കോൺഗ്രസ് ലീഡേഴ്സ് സമ്മിറ്റിൽ നിലപാട് പറഞ്ഞ് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ പിണക്കരുതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. സമുദായ സംഘടനകളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. 2019 ലോക്സഭാ വിജയത്തോടുണ്ടായ അമിത ആത്മവിശ്വാസം വേണ്ടെന്ന് ദീപദാസ് മുൻഷിയും ചൂണ്ടിക്കാട്ടി. ഭിന്നാഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണമെന്ന് ശശി തരൂരും യോഗത്തിൽ പറഞ്ഞു. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, നിലപാട് നേതാക്കളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? സമ്മിറ്റിൽ ഇനി എന്താണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിനാവശ്യമായ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുൽത്താൻ ബത്തേരിയിൽ 2 ദിവസത്തെ ലീഡേഴ്സ് സമ്മിറ്റ് KPCC സംഘടിപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്യ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യ സെഷനിൽ ഉദ്ഘാടന സെഷന് ശേഷം KC വേണുഗോപാൽ നടത്തിയ ഉദ്ഘാടന സെഷന് ശേഷം പ്രധാനപ്പെട്ട നേതാക്കൾ മുൻ KPCC അധ്യക്ഷന്മാരും AICC ഭാരവാഹികളൊക്കെയുള്ള ആൾക്കാർ സംസാരിച്ചു. അതിനുശേഷം ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. 3 ഗ്രൂപ്പുകളായി ദക്ഷിണ കേരളം, മധ്യ കേരളം, അതോടൊപ്പം തന്നെ ഉത്തര കേരളം എന്ന രീതിയിൽ 3 തരത്തിലേക്ക് ജില്ലകൾ തിരിച്ചുള്ള ചർച്ചകളിലേക്ക്, അതായത് ജില്ലകളിൽ നിലവിലെ സാഹചര്യം, ഇനി കൂടുതൽ വിജയത്തിലേക്ക് എത്താൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, പിന്നെ മാനിഫെസ്റ്റോയിൽ വരേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചകൾ ചെയ്യാൻ 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ നേതാക്കൾ സംസാരിച്ചപ്പോൾ പലരും പല നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും മുന്നോട്ട് വെച്ചു. ദീപദാസ് മുൻഷി AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ്. 19 സീറ്റുകൾ നേടി വലിയ വിജയം കോൺഗ്രസും UDF നേടി. അതേസമയം അതിന്റെ ആത്മവിശ്വാസത്തിൽ പോയപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തകർന്നടിയുന്നൊരു UDFിനെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ 2019 പോലും അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകരുത്, കൃത്യമായ മുന്നൊരുക്കത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം ഓർമ്മിച്ചു. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, കെ മുരളീധരൻ അടക്കമുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ച കാര്യം, മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ പിണക്കാതെ വേണം മുന്നോട്ട് പോകാൻ. ഈ വിജയത്തിൽ ഘടകകക്ഷികളുടെ സാന്നിധ്യവും വലിയ പ്രധാനപ്പെടണം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പലരും സീറ്റുകളൊക്കെ അതൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ അവരെ പിണക്കുന്ന രീതിയിൽ പോകരുത്, ഇല്ല ചർച്ചകളിലൂടെ പരിഹരിക്കുന്ന രീതിയിലേക്ക് വേണം പോകണം എന്ന കാര്യം പറഞ്ഞു. അതോടൊപ്പം സമുദായ സംഘടനകളെ വിശ്വാസത്തിലെടുക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. ശശി തരൂർ സംസാരിച്ച് പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ ഭിന്നാഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ ഉന്നയിക്കണമെന്ന് ശശി തരൂർ പറയുകയും ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള ചർച്ചകൾ രാവിലെ KC വേണുഗോപാൽ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നു. കാരണം സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് വിജയസാധ്യത മാത്രം മുൻനിർത്തിക്കൊണ്ടായിരിക്കും നടപ്പിലാകുക, അല്ലാതെ ആരും സ്വന്തമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകരുത്. മാധ്യമങ്ങളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ അജണ്ടയ്ക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള മാധ്യമ പ്രതികരണങ്ങളിലേക്ക് പോകാതെ ജാഗ്രത കാണിക്കണമെന്ന നിർദ്ദേശവും അദ്ദേഹം നൽകി. ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു കൂടി യോഗത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും കൂടി പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയസാധ്യ മുൻനിർത്തിയുള്ള പഠനങ്ങൾ നടത്തുന്നത് സുനിൽ കനകോലുവാണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട ആക്ടിവിസത്തിന് വേണ്ടിയിട്ടുള്ള തന്ത്രരൂപീകരണത്തിലും പഠനം നടത്തുന്ന കനകോലുവാണ്. നിയമസഭാ പോരാട്ടത്തിൽ കനകോലു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് തരത്തിലുള്ള, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് കനകോലുവിന്റെ തന്ത്രങ്ങൾ ഏതു തരത്തിലായിരിക്കും ഏകീകരണം നടക്കുക, ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ പ്രൊമോഷൻ നടക്കുക, ഏതു തരത്തിലുള്ള പ്രചാരണമായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കുള്ള ചർച്ച ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളുവോ? വ്യത്യസ്തമായിട്ടൊരു രീതി ശ്രമിക്കാനുള്ള സാധ്യത ഇപ്പം ദീപദാസ് മുൻഷിയൊക്കെ പറഞ്ഞതുപോലെ ആത്മവിശ്വാസം അമിതമായി ഇല്ലാത്ത രീതിയിൽ വളരെ ഇപ്പം ഓൾറെഡി ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള തീരുമാനം കനകോലു ആയിരിക്കുമോ എടുക്കുന്നത്? കനകോലു സംബന്ധിച്ചുള്ള പഠനം, വിജയസാധ്യത, ഓരോ മണ്ഡലങ്ങളിലെയും വിജയസാധ്യത സംബന്ധിച്ചുള്ള പഠനം നടത്തുന്ന കനകോലു ടീമാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇതിന് കിട്ടിയ കാര്യങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ ഈ ചർച്ചകൾ ഗ്രൂപ്പ് ഡിസ്കഷനിലും മറ്റൊക്കെ ഉയർന്നു വരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ടീമും അത് രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിൽ ശ്രദ്ധ വെക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് അദ്ദേഹം ഈ യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് അറിയില്ല. അതേസമയം നേതാക്കളുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യും. ഈ 3 ഗ്രൂപ്പ് തരത്തിലുള്ള മീറ്റിങ്ങുകളിലാണ് ശരിക്കും കൃത്യമായ ഒരു തന്ത്രരൂപീകരണം, ഈ നിലവിൽ എങ്ങനെയാണ് ഓരോ ജില്ലകളിലെയും സാഹചര്യം, ഇനി എന്തൊക്കെ നടപടികളും നയപരിപാടികളും സ്വീകരിച്ചാലാണ് ശരിക്കും ഉദ്ദേശ രീതിയിലേക്ക് വിജയം എത്താൻ തരുന്ന തരത്തിലേക്ക് 100 എന്ന ഒരു നമ്പറിലേക്ക് വിജയം എത്തിക്കാൻ കഴിയുക തുടങ്ങി അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളാണ് ഈ ഒരു നേതൃത്വം. ഓരോ ഓരോ പ്രദേശത്തുള്ള നേതാക്കന്മാർ മാത്രമാണ് ഇരിക്കുന്നത്. അവർ കൃത്യമായ കാര്യങ്ങൾ അവർക്ക് ഈ ചർച്ചയിൽ സ്വാഭാവികമായിട്ടും കനകോലിന്റെ ടീമും കൂടി പങ്കെടുക്കും, പല ചർച്ചകളിലും പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വം പൂർണ്ണമായി തന്നെ കൃത്യമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ആവശ്യമായ നടപടികൾ, ആലോചനകൾ മറ്റും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ഒരു പോസിറ്റീവായ സെൻസിലാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ചതെന്നാണ് നേതാക്കൾ നമ്മോട് പറയുന്നത്. പൊതുവെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക്
പോകാതെ നിർമ്മാണാത്മകമായ പിന്നെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, ചില മുന്നറിയിപ്പുകൾ നൽകുന്നു, ജാഗ്രതയോടെ പോകണമെന്ന നിർദ്ദേശങ്ങൾ നൽകുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പുരോഗമിക്കുകയാണ്. പിന്നെ സുൽത്താൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രത്യേകിച്ച് ഇപ്പം മുരളീധരൻ പറഞ്ഞതുപോലെ ലീഗിനെ കാര്യമായി പരിഗണിക്കണം, മറ്റു ഘടകകക്ഷികൾക്ക് അവരുടേതായിട്ടുള്ള പരിഗണന നൽകേണ്ടതുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ അതെല്ലാം ഈ 2 ദിവസത്തെ സമ്മിറ്റ് കഴിയുന്നതോടുകൂടി തീരുമാനമാകാനാണോ സാധ്യത? മറ്റൊന്ന്, KC വേണുഗോപാൽ ചില നിർദ്ദേശങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. പരോക്ഷമായി VM സുധീരനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ വന്നിരുന്നു. ആ രീതിയിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നേതാക്കൾക്ക് നൽകുന്നത്? ധന്യ, സീറ്റ് വിഭജന ചർച്ചകൾ ഈ മാസം 15 തുടങ്ങാനാണ് UDF-ൽ പൊതുവെ ധാരണയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മൈന്യൂട്ട് തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഈ യോഗം അല്ലെങ്കിൽ സീറ്റ് തരത്തിലുള്ള ചർച്ചകൾ പോകില്ല. അതേസമയം ചില ധാരണകൾ ഇക്കാര്യത്തിൽ രൂപപ്പെടും. അതിന്റെ ഭാഗമായിട്ടാണ് മുരളീധരനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും പ്രധാനമായും പറയുന്നത് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ പരിഗണിച്ച് അവർ പിണക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. സ്വാഭാവികമായിട്ടും സീറ്റുകൾ വർദ്ധിച്ച സാധ്യതയിൽ ലീഗ് അടക്കം കൂടുതൽ സീറ്റുകൾ എന്ന അവകാശവാദം ഉന്നയിക്കുമെന്ന കാര്യം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് മുന്നിൽ ആ ആവശ്യങ്ങൾ വരുമ്പോൾ അവരെ പിണക്കാത്ത രീതിയിൽ സമവായത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ദൗത്യം കോൺഗ്രസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ, മുന്നണി ബന്ധത്തെ ബാധിക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ പരസ്യമായ ചർച്ചകളിലേക്ക് വിവാദങ്ങളിലേക്ക് പോകാത്ത രീതിയിലോ പോകണമെന്ന നിർദ്ദേശമാണ് നേതാക്കൾ മുന്നോട്ട് വെച്ചത്. ഇന്ന് തന്നെ രാവിലെ നമ്മൾ സാദിഖലി തങ്ങളുടെ അഭിപ്രായം സംബന്ധിച്ച് നേതാക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ആ സീറ്റ് ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്ന രീതിയിൽ അതിനെ കൂടുതൽ വിവാദമാക്കാതെ അതിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ നൽകി മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ മറ്റു ഘടകകക്ഷികളെയോ പിണക്കുന്ന രീതിയിലേക്ക് പോകാത്തൊരു സമീപനം, ഒരു ജാഗ്രത അവർ സ്വീകരിച്ചു. സമാനമായ രീതിയിൽ തന്നെ ഘടകകക്ഷികളെ പിണക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് ഒന്നാമതായി പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് KC വേണുഗോപാൽ പറഞ്ഞ പോലെ KC വേണുഗോപാൽ കൃത്യമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ഒന്ന്, സ്ഥാനാർത്ഥി നിർണ്ണയമാണ് ഏറ്റവും പ്രധാനം. അതിന് നേതൃതലത്തിൽ ഒരു സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്, ഹൈക്കമാൻഡിൻ്റെ ഉണ്ട്, വിജയസാധ്യത പരിഗണിച്ച് തീരുമാനങ്ങൾ വരണം. അതിനിടയ്ക്ക് ഓരോരുത്തരും സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ പരസ്യമായി നടത്തുകയോ ചെയ്തുകൊണ്ട് ഇതിന് ഭംഗം വരുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിനെ അതിൻ്റെ ഒരു ശോഭ കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശം അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ, മത്സരിച്ച സ്ഥാനാർത്ഥി, ഇവരെ സംബന്ധിച്ചോളം അവർ ഈ വാർഡ് മുഴുവൻ കറങ്ങി നടക്കുകയും മാത്രമല്ല കൃത്യമായി തന്നെ വോട്ടർമാരുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. അവർക്ക് തന്നെ ആ ബൂത്തുകളിൽ, ആ വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കൽ, വോട്ടർമാരുടെ എണ്ണം പുതിയ വോട്ടർമാരെ ചേർക്കാനുള്ള ചുമതല അവർക്ക് നൽകുകയാണെങ്കിൽ കൃത്യമായി തന്നെ വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല ഏറ്റവും കൂടുതൽ വോട്ടർമാരെ ചേർക്കുന്നവർക്ക് ഒരു പാരിതോഷികം, AICCയുടെ പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കുറച്ചൊരു പ്രോത്സാഹനം നൽകി മുന്നോട്ട് പോവുകയാണെങ്കിൽ താഴെത്തട്ടിലെ പ്രവർത്തനം, അതായത് ബൂത്ത് വെരിഫിക്കേഷൻ, അതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ വെരിഫിക്കേഷൻ, വോട്ട് ചേർക്കൽ എന്ന പ്രക്രിയയെ വളരെ കൃത്യമായി നടക്കും. ഒരുപക്ഷെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള ബൂത്ത് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയത്. അത് തെരഞ്ഞെടുപ്പ് തോതിൽ അത് കൃത്യമായി നടന്നിടത്തൊക്കെ തന്നെ നല്ല ഫലം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി നൽകുക, വലിയ വിവാദങ്ങളില്ലാത്ത രീതിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കാൻ കഴിയുക, ഘടകകക്ഷികളെ പിണക്കാത്ത രീതിയിലുള്ള ഒരു സീറ്റ് വിഭജന നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുക, അതോടൊപ്പം തന്നെ മറ്റു പിന്നെ CPM-ഉം BJP-യും മുന്നോട്ട് വയ്ക്കുന്ന സമീപനങ്ങൾ അതിനെ തന്ത്രപരമായി പ്രതിരോധിക്കാനുള്ള വഴികൾ ആലോചിക്കുക തുടങ്ങിയ വ്യത്യസ്ത രീതിയിലാണ് നേതാക്കളുടെ പ്രതികരണങ്ങളും ചർച്ചകളും അഭിപ്രായങ്ങളൊക്കെ മുന്നോട്ട് പോയത്. എന്തായാലും ഇതൊക്കെ ഒരു പക്ഷേ നാളെ ഇക്കാര്യത്തിലേക്ക് ക്രോഡീകരിച്ചുകൊണ്ടുള്ളൊരു രീതിയിലേക്ക് വരും. നാളെയാണ് VD സതീശൻ സംസാരിക്കുക. അദ്ദേഹമായിരിക്കും ഒരു പക്ഷേ ഒരു മാർഗരേഖ, ഒരു കരട് മാർഗരേഖ മുന്നോട്ട് വയ്ക്കുക. നിലവിലെ ചർച്ചകളുടെ കൂടി പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും സുനിൽ കനകോലും ഈ രൂപീകരണത്തിനുള്ള ടീം അവരുകൂടി ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നിർദ്ദേശങ്ങൾ കൂടി വരും. ഇവിടെ ഉണ്ടാക്കിയ ഒരു കരടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഉള്ള കൃത്യമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയും അവിടെ നിന്ന് അങ്ങോട്ട് താഴെത്തട്ടിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇനിയൊരു വിശ്രമമില്ലാത്ത സമയമെന്ന് തന്നെയാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്.